ഇക്കൊല്ലത്തെ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ് എന്നെല്ലാവർക്കും അറിയാം. അതൊരു വിശേഷമേ അല്ല. മമ്മൂട്ടിക്ക് 7 തവണ എങ്ങാണ്ട് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇനി കിട്ടാൻ അവാർഡുകളൊന്നും ബാക്കിയില്ല. മമ്മൂട്ടി ഇക്കൊല്ലം അവാർഡ് സ്വീകരിക്കുമ്പോൾ, ഇക്കൊല്ലത്തെ അവാർഡ് പട്ടികയിൽ അദ്ദേഹം 1-ാം നിരയിൽ നിൽക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ പിന്നണിയിൽ വന്ന പുതിയ തലമുറയിലെ ഒരുപാട് പേരുടെ ഒരു വലിയ ബറ്റാലിയനെ നയിച്ചുകൊണ്ടാണ് അദ്ദേഹം അവാർഡ് പട്ടികയിൽ ഇടം നേടിയത് എന്നതാണ് വിശേഷം. കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യമായി ഒരു സംസ്ഥാനത്തെ മികച്ച നടൻ അവാർഡ് നേടുന്നത് സുധീർ എന്ന നടനാണ്. 1975 സുധീർ എന്ന നടൻ, കൊടുങ്ങല്ലൂർക്കാരൻ, നമുക്കറിയാം, പടിയത്ത് കുടുംബത്തിലെ സുധീർ. അത് കഴിഞ്ഞ് മമ്മൂട്ടിയാണ് എത്രയോ തവണ. പ്രേം നസീറിന് അങ്ങനെ സംസ്ഥാനത്തെ മികച്ച അവാർഡ് വാങ്ങാനുള്ള നിയോഗം ഉണ്ടായിട്ടില്ല. മികച്ച നടിയായി പാലക്കാട് ജില്ലയിലെ തൃത്താലക്കാരി പെൺകുട്ടി, അവരുടെ പേര് ഷംല ഹംസ എന്നാണ്. ആ പെൺകുട്ടി അവാർഡ് നേടുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ വളരെ വലുതാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ ആദ്യമായി ഏറ്റവും മികച്ച സംസ്ഥാന നടിക്കുള്ള അവാർഡ് നേടുന്ന ആദ്യത്തെ മുസ്ലിം പെൺകുട്ടിയല്ല, 2ാമത്തെ പെൺകുട്ടിയാണ് ഷംല ഹംസ. ആദ്യമായി നേടിയത് നമുക്കറിയാവുന്നതുപോലെ 2014 നസ്രിയയാണ്. അതോടൊപ്പം തന്നെ ഇക്കൊല്ലം സ്വഭാവ നടനുള്ള അവാർഡ് നേടിയ സൗബിൻ ഷാഹിർ, മലയാളത്തിലെ അഭിനയിച്ച് കഴിവ് തെളിയിച്ച പുതിയ തലമുറയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ തന്നെയാണ് സൗബിൻ ഷാഹിർ. സൗബിൻ ഷാഹിറാണ് മികച്ച സ്വഭാവ നടനായി തീരുന്നത്. അതോടൊപ്പം ഇക്കൊല്ലത്തെ നടന്മാരിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ നടനാണ് ആസിഫ് അലി. അഭിനയ മികവുകൊണ്ട് മലയാളിയെ പലപ്പോഴും അന്താളിപ്പിച്ച ഒരു നടനാണ് ആസിഫ് അലി. ഇക്കൊല്ലത്തെ അവാർഡ് പട്ടികയിൽ ആസിഫ് അലിയും ഇടം നേടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒപ്പം നവാഗത സംവിധായകനായ അവാർഡ് നേടിയത് ഫാസിൽ മുഹമ്മദാണ്. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് ഷംല ഹംസക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫിക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ഷൈജു ഖാലിദിനാണ്. ഷൈജു ഖാലിദിന്റെ പടം നമുക്കറിയാവുന്ന പോലെ മഞ്ഞുമൽ ബോയ്സിലെ അഭിനയത്തിനാണ് സൗബിൻ ഷാഹിറിനും അവാർഡ് കിട്ടിയത്. മഞ്ഞുമൽ ബോയ്സ് ഇക്കൊല്ലത്തെ ഏറ്റവും നല്ല പരിഗണന കിട്ടിയ സിനിമകളിലൊന്നാണ്. അതോടൊപ്പം തന്നെയാണ് ഷംല ഹംസ അഭിനയിച്ച ഫെമിനിച്ചി ഫാത്തിമ, മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത ഭ്രമയുഗം. ഈ 3-4 സിനിമകളാണ് ഇക്കൊല്ലം പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയത്. അതുപോലെ ഏറ്റവും നല്ല സൗണ്ട് മിക്സിംഗിനുള്ള അവാർഡ് കിട്ടിയത് ഫസൽ എ ബക്കർ. ഏറ്റവും മികച്ച സിനിമാ ലേഖനത്തിനുള്ള അവാർഡ് കിട്ടിയത് നൗഫൽ മറിയം ബ്ലാത്തൂറിനാണ്. ഇത്രയും അവാർഡുകൾ ഇക്കൊല്ലത്തെ സംസ്ഥാന അവാർഡ് പട്ടികയിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽ പിറന്ന കലാകാരന്മാർക്ക് മാത്രം കിട്ടിയ അവാർഡുകളാണ്. തീർച്ചയായിട്ടും ഞാൻ അതിനെ മഹത്തായി കാണുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല. നാടകത്തിൽ അഭിനയിച്ചതിന് വെടിയുണ്ട ഏറ്റുവാങ്ങേണ്ടി വന്ന നിലമ്പൂർ ആയിഷയുടെ സമുദായമാണ് എന്നോർത്തുകൊണ്ടാണ്. സിനിമയുടെ ഓരത്തുകൂടെ നടന്നാൽ പോലും കുറ്റകരമാണെന്ന് വിധിച്ചിരുന്ന ഒരു സമുദായത്തിൽ നിന്ന് ഇത്രയും വലിയ സമ്മാനങ്ങൾ വാരിക്കൂട്ടി എന്നതിന്റെ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഇവരോടൊപ്പം അവാർഡ് പങ്കിട്ട കേരളത്തിലെ ഒരു കലാകാരനും ഒട്ടും മോശമല്ല. അവരുടെ നേട്ടത്തിന്റെ തിളക്കം ഒട്ടും കുറയുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.